ഇന്ത്യ കണ്ട ഏറ്റവും തീവ്രമായ പ്രണയകഥയാണ്. പക്ഷെ കേരളത്തിലെ 99% ആൾക്കാർക്കും ഇത് അറിയില്ല. ബീഹാറിലെ ഗയക്ക് സമീപത്തുള്ള ഗഹ്വാർ ഗ്രാമം. അവിടെ സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന ദശരഥ് മാഞ്ചിയും ഭാര്യ ഫൽഗുനി ദേവിയും. ഏത് ജീവിത സാഹചര്യത്തിലും അങ്ങേയറ്റം സ്നേഹത്തോടെ പരസ്പരം കൂട്ടായി ജീവിച്ച ദമ്പതികൾ. അവരുടെ സ്നേഹം കണ്ട് ഗ്രാമവാസികൾ അസൂയപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ ഗഹ്വാർ ഗ്രാമത്തിനും തൊട്ടടുത്ത നഗരത്തിനുമിടയിൽ കൂറ്റനൊരു മലനിര ഉണ്ടായിരുന്നു. ആശുപത്രിയിലോ സ്കൂളിലോ പോകണമെങ്കിൽ 55 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥ. വർഷം 1959. ഒരു ദിവസം ഫൽഗുനി ദേവി മാഞ്ചിക്ക് ജോലി സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ ആ ദുരന്തം സംഭവിച്ചു. മലനിരകളിൽ വെച്ച് ഫൽഗുനി അപകടത്തിൽപ്പെട്ടു. സാരമായി പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കിയെങ്കിലും മല ചുറ്റിയുള്ള ആ 55 കിലോമീറ്റർ യാത്രയ്ക്ക് ഒരുപാട് സമയമെടുത്തു. കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ ഫൽഗുനി ദേവി മരണത്തിന് കീഴടങ്ങി. മരവിച്ചു പോയ മാഞ്ചി സമനില കൈവരിച്ചത് തന്നെ സമയമെടുത്താണ്. ആരോടെന്നില്ലാത്ത ദേഷ്യവും അതിലേറെ സങ്കടവും സഹിക്കവയ്യാതെ ആ മനുഷ്യൻ പല്ലുകൾ കടിച്ചമർത്തി തൻ്റെ പ്രിയതമയെ യാത്രയാക്കി. തൻ്റെ ഭാര്യയെ, തൻ്റെ ജീവൻ്റെ പാതിയെ തന്നിൽ നിന്നും പറിച്ചെടുത്ത ആ മലനിരകളെ ഒറ്റ നോട്ടത്തിൽ ഭസ്മമാക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അയാൾക്ക്. ഫൽഗുനിക്ക് സംഭവിച്ചത് ആ ഗ്രാമത്തിൽ ഇനി ആർക്കും സംഭവിക്കരുത്. എൻ്റെ ഈ പ്രാണൻ പിടയുന്ന വേദന ഇനിയൊരു മനുഷ്യനും ഇവിടെ അനുഭവിക്കേണ്ടി വരരുത്. കയ്യിലുള്ളൊരു ചുറ്റികയും ഉളിയും മാത്രമെടുത്ത് ഒരാളെപ്പോലും സഹായത്തിന് വിളിക്കാതെ ആ മല മുറിച്ചു മാറ്റി ഒരു വഴി നിർമ്മിക്കാൻ അയാൾ ഇറങ്ങി പുറപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ വിഭ്രാന്തി മാത്രമാണിതെന്ന് നാട്ടുകാരടക്കം പറഞ്ഞു. ചിലർ നേരിട്ട് പരിഹസിച്ചു. ദിവസങ്ങൾ കഴിയും തോറും പലരും അയാൾക്ക് ഭ്രാന്തായി എന്നുറപ്പിച്ചു. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഉള്ളിൽ ഊറിക്കൂടുന്ന ഫൽഗുനിയുടെ ഓർമ്മകൾ ആളിക്കത്തുന്ന തീയിൽ എണ്ണ പോലെ അയാൾക്ക് ഊർജം നൽകി. കഠിനമായ വെയിലിനെയും തണുപ്പിനെയും അവഗണിച്ച് വിശപ്പും ദാഹവും സഹിച്ച് അദ്ദേഹം തൻ്റെ ജോലി തുടർന്നു. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, നീണ്ട 22 വർഷക്കാലം. 1960 മുതൽ 1982 വരെ ആ മനുഷ്യൻ ആ മലയോട് പൊരുതിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ മലനിരകൾ അവരുടെ പ്രണയത്തിന് മുന്നിൽ വഴിമാറിക്കൊടുത്തു. 360 അടി നീളവും 30 അടി വീതിയുമുള്ള ഒരു റോഡ് മാഞ്ചി ആ മല തുരന്ന് നിർമ്മിച്ചു. 55 കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ ദൂരം വെറും 15 കിലോമീറ്ററായി കുറഞ്ഞു. അയാളെ പരിഹസിച്ചവർ ആ അത്ഭുതം കണ്ടമ്പരന്ന് നിന്നു. ഇന്ന് ആ പാത ഗഹ്വാറിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് തണലാവുന്നു. പിൽക്കാലത്ത് ദ മൗണ്ടൻ മാൻ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തെ തേടിയെത്തി. വലിയ സ്വപ്നങ്ങൾ പലതും നേടാൻ നമ്മളെ സഹായിക്കുന്നത് ഉള്ളിലുള്ള പ്രണയമാണ്. അതൊരു വ്യക്തിയോടായാലും നമ്മുടെ സ്വപ്നങ്ങളോടായാലും. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.